Hi guys, welcome back to my channel Surumi Bros. Today topic ഒരു കിച്ചൺ ടിപ്സ് വീഡിയോ ആണ്. ഇനിയിപ്പോൾ റമദാൻ ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ഒരുവിധം വീട്ടിലെല്ലാം മുസ്ലിം വീടുകളിലെല്ലാം നോമ്പ് തുറ ടൈമിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നൈസ് പത്തിരി. അപ്പോൾ ഈ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈ ചൂടാവാതെ എങ്ങനെ പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കി തീർക്കാമെന്നുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എന്നിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ഈ നോമ്പിന് എല്ലാവരും ഇനി കൈ ചൂടാവാതെ പത്തിരി ചുടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണിതാ ഈ സ്റ്റീൽ ഗ്ലാസ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കൈ ചൂടാവാതെ പത്തിരി ചുടുന്നതെന്ന് നോക്കാം. പത്തിരി മാത്രമല്ല, ഇടിയപ്പം, അതുപോലെ നമ്മൾ മാവ് വാട്ടിയിട്ടുണ്ടാക്കുന്ന എല്ലാത്തിനും ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് മതി. ഇതാ നമ്മൾ പത്തിരിക്ക് മാവ് വാട്ടുന്ന ആ ഒരു സ്റ്റെപ്പ് ഞാനിതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. വെളിച്ചെണ്ണ ഒഴിവാക്കുക. ആ ഓയിലാവുമ്പോൾ പത്തിരി ഒന്നുകൂടെ സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ച ഈ മാവിലേക്ക് ഇതാ ഗ്ലാസ് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. ഗ്ലാസിൻ്റെ മുകൾ ഭാഗം ചൂടുണ്ടാവില്ല, നമ്മുടെ കയ്യിന് ചൂടുമാവേണ്ട. പെട്ടെന്ന് വാട്ടിയ ഉടനെ തന്നെ നമ്മൾ മാവ് കുഴക്കാതിരുന്ന പത്തിരിക്ക് ഒരു ബലം പിടുത്തം ഉണ്ടാവും. ചൂടോടെ കഴിച്ചാൽ നമ്മുടെ കൈ ചൂടാവുകയും ചെയ്യും. ഇത് രണ്ടും വേണ്ട. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്തപ്പോഴേക്ക് ഇതാ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്നും കട്ടായിട്ട് നല്ല കുഴഞ്ഞ പോലെ മാവായിട്ടുണ്ട്. പത്തിരിയുടെ മാവ് കുഴക്കുന്ന സ്റ്റെപ്പ് ഞാൻ അവോയ്ഡ് ചെയ്തത് അതെല്ലാവർക്കും അറിയാമെന്ന് വെച്ചിട്ടാണ്. ഇനി അറിയാത്തവരാരെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രം പൊടി എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ നമ്മൾ ഗീ റൈസ് നെയ്ച്ചോറിന് എടുക്കുന്ന പോലെ അതേ അളവിൽ എടുക്കണം. അതിലേക്കൊരു 4 സ്പൂൺ ഓയിൽ കൂടെ ആ വെള്ളത്തിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോഴേക്ക് മാവ് നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഇനി നമ്മളിത് അധികം കുഴക്കാനും മെനക്കെടേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ചൂടോടെ ആക്കിയതുകൊണ്ട് കയ്യിനും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ആക്കിയപ്പോഴേക്ക് ചൂടായതുപോലെ ആയിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോഴേക്ക് തന്നെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഈ പത്തിരിയും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ആ ടൈമിൽ ചുട്ടതുപോലെ കുഴഞ്ഞ് കിടക്കും. വെള്ളം നമ്മൾ പിന്നീട് കൂട്ടേണ്ട ആവശ്യമേ വരില്ല. പൊടി എടുക്കുന്നതിൻ്റെ അതേ അളവിൽ നമ്മൾ വെള്ളവും ഒരു 4 സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് വാട്ടിയെടുത്താൽ അതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുത്താൽ ഇനിയിപ്പോൾ വരുന്നത് റമദാൻ നോമ്പാണ്. ആ ടൈം ആകുമ്പോൾ ഒരുവിധം വീടുകളിലെല്ലാം ഒരുവിധം പേർക്കെല്ലാം പുലർച്ചയ്ക്ക് നമ്മൾ അത്താഴത്തിന് നീക്കുന്ന ടൈമിൽ വരെ പല വീടുകളിലും പത്തിരിയാണ് കഴിക്കാറുള്ളത്. പലർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കെല്ലാം ഇത് നല്ല ഹെൽപ്പാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ സാധാരണ വീട്ടിൽ പത്തിരി ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ പത്തിരി പരിപാടി കഴിച്ചു വെക്കാം. വൈകുന്നേരത്തേക്ക് കാത്തു നിൽക്കേണ്ട. രാവിലെ നമ്മളിങ്ങനെ കുഴച്ചിട്ട് ചുട്ടു വെച്ചാൽ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന ആ ടൈം വരെ ആയാലും പത്തിരിക്ക് ഒരു ബലം പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ചുട്ടതുപോലെ കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിടക്കും. ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വീട്ടിലുള്ളവരെല്ലാം പത്തിരി നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ള റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. വയസ്കാർക്കൊക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിട്ടുണ്ട് എന്ന്. ഇടിയപ്പം നൂൽപുട്ടെല്ലാം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ മതി. ഇടിയപ്പത്തിനാണ് നിങ്ങൾ മാവ് കുഴക്കുന്നതെന്ന് വെച്ചാൽ അത് വാട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു തട്ടിലേക്ക് പൊടിയെടുത്തതിന് ശേഷം അതേ അളവിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പ് നമ്മളത് മാവിലേക്ക് ഒഴിക്കണം. ഓവറായിട്ട് തിളച്ചതിന് ശേഷം ആകുമ്പോൾ ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഇല്ലാതാവും. പത്തിരി തിളച്ച ഉടനെ തന്നെ എടുക്കുകയും വേണം. ഒരു 2 മിനിറ്റ് ആ മാവ് അതിൽ കിടന്നിട്ട് തിളക്കണം. ഇങ്ങനെ നമ്മൾ പരത്തി വെച്ചാൽ എത്ര ടൈം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും. അത് പരസ്പരം ഒട്ടില്ല. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും പിറ്റേ ദിവസത്തേക്ക്
നമ്മൾ കുറച്ച് ചുട്ടിട്ട് ബാക്കി ഒരുപാടായി വെച്ച് 2 ദിവസം മാവ് കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം കുഴച്ചിട്ട് 2 ദിവസത്തേക്കുള്ളത് പകുതി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ചെയ്യാം. നന്നായിട്ട് ഒറ്റ പൊള്ളനായിട്ട് തന്നെ പൊള്ളി വരികയും ചെയ്യും. ഇനി കുഴക്കാനും മടി, നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് കുഴച്ചതിന് ശേഷം അത് ഉരുട്ടാൻ മടിയുണ്ടെങ്കിൽ ഒരു സൂപ്പർ ടിപ്പ് വേറെ ഉണ്ട്. അത് ഞാൻ ഇതിൽ അവോയ്ഡ് ചെയ്ത് എന്നാലും ഞാൻ പറയാം. നമ്മളൊരു പൈപ്പിംഗ് ബാഗ് പോലുള്ള ഒരു നല്ലൊരു കട്ടിയുള്ള ഒരു കവർ, പത്തിരിപ്പൊടി കൊണ്ടുവന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കവറിലേക്ക് നമ്മൾ ഈ ഗ്ലാസ് വെച്ച് ഉരുട്ടിയെടുത്ത മാവ് അതിലേക്ക് ആക്കുക. അതിന് ശേഷം അതൊരു കയറ് കൊണ്ട് കെട്ടിയിട്ട് ശേഷം 3-4 അടി അടിച്ചാൽ മതി. റാക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് 3-4 അടി അടിച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ പോലെ ഉണ്ടാവും. നമ്മളെ സബ്സ്ക്രൈബർ ഇപ്പോൾ 12K ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50K ആയിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അതിൻ്റെ ഫീഡ്ബാക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി അവർക്കെല്ലാം ഹെൽപ്പായി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിങ്ങൾ ഈ ടിപ്സും പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ അറിയിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ട്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഹെൽപ്പാവട്ടെ. അതുപോലെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നല്ലതായാലും ചീത്തയായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. പലരും നെഗറ്റീവ് റിസൾട്ട് കിട്ടുമ്പോൾ അവർ കമൻസ് ആയിട്ട് അറിയിക്കാറുണ്ട്. അവർക്ക് ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെങ്കിലെല്ലാം മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് അങ്ങനെയാവുക. ഗ്ലാസ് വെച്ചിട്ട് കുഴയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മാവ് വാട്ടിയ സ്ഥലത്ത് ടൈമിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പ് ഒരിക്കലും മാവ് പൊടി നമ്മൾ വെള്ളത്തിലേക്ക് ഇടരുത്. ഇത് തിളക്കുന്നതിന് മുമ്പ് ഇടും. എന്നിട്ട് ആ പൊടി അതിൽ കിടന്നിട്ട് ഒരു 2 മിനിറ്റെങ്കിലും വേവണം. അതുപോലെ ഒരുപാട് വെള്ളം എടുക്കും ചിലർ, അപ്പോഴും മാവ് ഒട്ടും. ചിലർ തീരെ വെള്ളം കുറയും. അത് രണ്ടും പാടില്ല. എത്രയാണോ നമ്മൾ മാവ് എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം വേണം. ഇതാ നല്ല കുഴഞ്ഞ് കിടക്കുന്ന വെള്ള നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. കാരണം നമ്മുടെ പത്തിരിയുടെ ടേസ്റ്റ് പോലും നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും അത് കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനിയൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നൈറ്റിയുടെ നെക്ക് ഡിസൈൻ വീഡിയോ എല്ലാവരും ചോദിച്ചിരുന്നു. ആ വീഡിയോസാണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക കേട്ടോ.